ശത്രുസ്വത്ത് അങ്ങനെ ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശത്രുസ്വത്ത്. നമ്മുടെ വീട്ടിലൊക്കെ വീടിൻ്റെ ചില ആൾക്കാർ പരസ്പരം അങ്ങോട്ട് ശത്രുക്കളൊക്കെ ആകും. അപ്പോൾ ആ സ്വത്തിനെ നമ്മൾ ശത്രുസ്വത്ത് എന്ന് വിളിക്കാറില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പേരിട്ടിരിക്കുന്നതാണ് ശത്രുസ്വത്ത് എന്നുള്ളത്. കേരളത്തിലും അത്തരത്തിൽ ശത്രു സ്വത്തുണ്ട്. എന്താണ് ഈ ശത്രുസ്വത്ത്? ആ ശത്രുസ്വത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാവായ MLA ആയ ഒരാൾ അതിനെതിരെ രംഗത്ത് വരികയും അവിടെ ചില രഹസ്യമായിട്ടുള്ള ചില യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിൽ വെച്ചിട്ട് അങ്ങനെ ആ സ്വത്ത് വിട്ടുകൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നും അതിനെ ശക്തമായി നേരിടണം, എതിർക്കണമെന്നും വേണ്ടി വന്നാൽ നിയമപരമായുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങളെല്ലാ സാമ്പത്തിക സഹായവും ബാക്കിയെല്ലാ സഹായം നൽകുമെന്നും ആൾക്കാരുടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നതും ഇപ്പോൾ ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ചില വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ ശത്രുസ്വത്ത് എന്ന് ഞാൻ പറയാം. ഇന്ത്യയുടെ വിഭജനാനന്തരം പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചവരുടെ സ്വത്തുക്കളാണ് ലളിതമായി നമ്മൾ പറഞ്ഞാൽ ശത്രുസ്വത്ത് എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ഇത്തരം സ്വത്തുകൾ കൂടുതലായുള്ളത് മലപ്പുറം ജില്ലയിൽ. മുസ്ലിം ലീഗ് MLA KP മജീദിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ സംഘടിത ശ്രമം മലപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നതും തിരൂരങ്ങാടിയിൽ MLA വിളിച്ച യോഗത്തിൽ നിയമപരമായ എല്ലാ സഹായവും ചെയ്യുമെന്നും ഉറപ്പ് നൽകിയും ഉള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൃത്യമായിട്ടും ഗവൺമെൻറ് നടപടികളെ എതിർക്കാനും ഉള്ള ശ്രമം നടക്കുന്നു. ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് ഈ മുസ്ലിം ലീഗ് നേതാവായ MLA നടത്താൻ ഇപ്പോൾ രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തിരൂർ മണ്ഡലത്തിലെ 75ഓളം കുടുംബങ്ങൾക്ക് പാക് പൗരന്മാരുടെ സ്വത്ത് കൈവശം വയ്ക്കുന്നുണ്ട് എന്നാണ് വിവരം. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 75 പൗരന്മാരുടെ സ്വത്തുകളാണ് കൈവശം വച്ചിരിക്കുന്നത്. നന്നമ്പ്രയിൽ 28ഉം തെന്നലയിൽ 49ഉം പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ, എടരിക്കോട് എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവും കുടുംബങ്ങളുടെ സ്വത്തുക്കളും ഇത്തരത്തിലുള്ള സർക്കാർ വക സ്വത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സർക്കാർ വക സ്വത്ത് കൈയേറ്റം ചെയ്ത് വച്ചിരിക്കുന്നു എന്നതാണ്, അവരുടെ പക്കലാണെന്നാണ് അറിയുന്നത്. എന്നാൽ പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ സ്ഥാവര സ്വത്തുകളാണ് ഇതെല്ലാം. ഇവരിൽ ചിലർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടീസ് ലഭിച്ചു. നോട്ടീസിന് മറുപടി നൽകാൻ 15 ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത്. ഇവർക്ക് അഭിഭാഷകരെയും MLA ആണ് ഏർപ്പാടാക്കി നൽകിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും ഭൂമിയുടെ രീതിയും വ്യത്യസ്തമായാൽ MPമാരെയും കൂടി ചേർത്ത് വിപുലമായ യോഗം ചേരാനാണ് MLAയുടെ നീക്കം. അതായത് ഈ സർക്കാർ ഈ ശത്രുസ്വത്ത് ഏറ്റെടുക്കുക, അതായത് പാകിസ്ഥാനിലേക്ക് പോയാൽ ഞങ്ങൾക്ക് ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട, ഇന്ത്യ ഞങ്ങളുടെ ആവശ്യമല്ല, ഞങ്ങളുടെ രാജ്യം പാകിസ്ഥാനെന്നും പറഞ്ഞ് മലപ്പുറത്തുനിന്നും പാകിസ്ഥാനിലേക്ക് പോയവർ ഇന്ത്യയിലെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതാണ്, ഇന്ത്യയിലെ മണ്ണും ഭൂമിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് രാജ്യത്തിൻ്റെ വകയാണ്, അല്ലാതെ ആർക്കും കയ്യിൽ വയ്ക്കാൻ പറ്റുന്നതല്ല. അതാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു മതപരിവേഷം കൊണ്ടുവന്നിട്ട് MPമാരെ ഉൾപ്പെടെ, MPമാരെന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ MPമാർ മലപ്പുറത്ത് ധാരാളം ഉണ്ടല്ലോ, ആ MPമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് വിപുലമായ യോഗം വിളിച്ച് ഒരു മുസ്ലിങ്ങളുടെ ഒരു വലിയ യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഒരു മുസ്ലിം വികാരം ഇളക്കി വിട്ടുകൊണ്ട് ആ ഭൂമിയെല്ലാം ഞങ്ങളുടേതാണെന്ന് പറയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 2023 ശത്രു സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചത്. രാജ്യത്തുള്ള ശത്രു സ്വത്തുക്കളുടെ മൂല്യം 1.04 ലക്ഷം കോടി വരുമെന്നാണ് സെൻട്രൽ ഗവൺമെൻറ് കണക്ക്. 12,611 സ്വത്ത് വകകളാണ് ശത്രുരാജ്യക്കാരുടെ പേരിൽ ഇന്ത്യയിൽ ഉള്ളത്. ഇവയിൽ 12,485 എണ്ണം പാക് പൗരന്മാരുമായും 126 എണ്ണം ചൈനീസ് പൗരന്മാരുമായും ബന്ധപ്പെട്ടവയാണ്. അപ്പോൾ ചൈനയിലേക്കും കുറേ പേർ പോയിട്ടുണ്ട്, അവരുമായിട്ടും ബന്ധപ്പെട്ടതാണ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം രൂപം നൽകിയ എമിനി പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് ഈ സ്വത്തുക്കൾ പരിപാലിക്കപ്പെടുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ UPയിലെ കുടുംബസ്വത്ത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയും വിറ്റഴിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഈ സ്വത്തുകൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിയമപരമായി ശ്രമിക്കുമ്പോൾ
അതിനെ നിയമവിരുദ്ധമായി നേരിടാൻ പിന്നെ ഒരു മുസ്ലിം സംഘടിത ശക്തി ഉണ്ടാക്കി നേരിടാനുള്ള സംഘശക്തി ഉണ്ടാക്കി നേരിടാനുള്ള ശ്രമമാണ് MLA ഭാഗത്തുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടത് വഖഫ് ഭൂമികൾ ഉള്ള ഒരു സമ്പ്രദായമുണ്ട്. വഖഫ് ഭൂമിയെ കുറിച്ച് ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. അതും കൂടി നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഭൂമിയെല്ലാം വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അതാണ് വഖഫ് ഭൂമി നിയമം എന്ന് പറയുന്നത്. അത് പിന്നീട് പറയാം. എന്തായാലും ഈ സർക്കാരിൻ്റെ നിയമപരമായ പിന്നെ നടപടിയെ ചോദ്യം ചെയ്യാൻ ഒരു MLA, കേരളത്തിലൊരു MLA MP മാരുടെ കൂട്ടുമെന്ന് പറയുമ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണത്.